പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഈയിടെ നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം. അവിടുത്തെ പെൺകുട്ടികൾ വിശ്രമമുറിയിൽ നിസ്കരിച്ചപ്പോൾ, ഏതാനും കുറച്ച് കുട്ടികൾ വിശ്രമമുറിയിൽ നിസ്കരിച്ചപ്പോൾ പ്രിൻസിപ്പാൾ അത് തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ സമരം ചെയ്തു എന്നൊക്കെയാണ് ന്യൂസ് വരുന്നത്. ഇതുവരെ പ്രിൻസിപ്പാളിന് പറയാനുള്ളത്, അവിടുത്തെ മാനേജ്മെൻറ്റിന് പറയാനുള്ളതും ചില സംഘടനകൾക്ക് പറയാനുള്ളതുമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അവിടെ നിസ്കരിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടികൾക്ക് പറയാനുള്ളത് എന്താ എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എങ്ങനെയാണ് അത് ഇത്രയും വലിയൊരു ഇഷ്യൂവിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ആ കുട്ടികൾക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ഇവിടെ വന്നോ എന്ന് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഇതുവരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അതേക്കുറിച്ച് ഒരു ന്യൂസും വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. ഇവിടെ ഒരു പ്രത്യേക തരം ആൾക്കാർ പറയുന്നത് മാത്രം കേട്ടിട്ട് നമ്മളിവിടെ ഒരു അഭിപ്രായം പറയാനോ ന്യൂസ് ചാനലുകൾക്ക് താഴെ കമൻ്റ് ഇടാനോ നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അങ്ങോട്ട് ആളി കത്തിക്കാൻ ഒരു പ്രത്യേക തരം ആൾക്കാർ ശ്രമിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട്, 21 വയസ്സ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട്, പിന്നെ ഇപ്പോൾ ഈ അവസാനമായിട്ട് ഈ തട്ട വിവാദം, ഇപ്പോൾ ഈ നിസ്കാര വിവാദം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഹിജാബ് വിവാദം, മുഖം മറയ്ക്കുന്നത്, ഇതൊക്കെ വരുമ്പോൾ അതിനെ അങ്ങോട്ട് പെട്ടെന്നാണ് ഈ ഒരു വിവാദങ്ങൾ ആളി കത്തുന്നത്. ഇതിനെ ആളി കത്തിച്ച് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രത്യേക തരം ആൾക്കാരുടെ ഒരു സാമർത്ഥ്യത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. BJPയുടെയും RSSൻ്റെയും ഇതുപോലെയുള്ള തന്ത്രങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഇവർ വരുത്തി തീർക്കുമ്പോഴാണ് നമ്മളാകെ കുഴപ്പത്തിലാവുന്നത്. ഹൈന്ദവ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നവരാണ്. അതുപോലെ ഹൈന്ദവർ എന്താ പറയുക, ഇസ്ലാം മത വിശ്വാസത്തെയും മാനിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ BJPയുടെയും RSSൻ്റെയും ഇതുപോലെയുള്ള നീക്കത്തെ ഇവിടെ ഒരു പ്രത്യേക തരം ആൾക്കാരുടെ രാജ്യമാക്കി മാറ്റാനുള്ള ഇവരുടെ ഒരു നീക്കത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ എതിർക്കുമ്പോൾ ഇവിടെ അവർ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഹൈന്ദവരെ എതിർക്കുന്നതായിട്ട് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ആരും ഹൈന്ദവരെ എതിർക്കുകയോ അവരുടെ വിശ്വാസത്തെ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അവരുടെ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. എല്ലാ ന്യൂസ് ചാനലുകൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എല്ലാ വിഭാഗക്കാരും ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് ഇസ്ലാം മത വിശ്വാസികളാണ് അത്തരത്തിലുള്ള ആക്രമണത്തിന് ഇരയാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഇരയാവുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു മതേതര രാജ്യമായിട്ട് പോലും ഇവിടെ സ്വസ്ഥമായിട്ട് ഒരു അമുസ്ലിം സുഹൃത്തിനോ ഒരു മുസ്ലിം സുഹൃത്തിനോ ഒരു ക്രിസ്ത്യാനിക്കോ സ്വസ്ഥമായിട്ട് ഒരു വാർത്ത കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും ചിന്തിച്ച് നോക്കൂ. ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം നടന്ന സമയം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു മതേതര രാജ്യമായിട്ടുള്ള നമ്മുടെ പാർലമെൻറ്റ് അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ എല്ലാ വിഭാഗക്കാർക്കും അവിടെ സ്ഥാനമുണ്ട്. അതിനെ എല്ലാ വിഭാഗക്കാരെയും കൊണ്ടുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു അന്ന് അവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ നടന്നത് എന്താ? നമ്മൾ മഹാഭാരത സീരിയൽ കാണുന്നത് പോലെയായിരുന്നു TV-യിൽ പാർലമെൻറ്റ് ഉദ്ഘാടനം കണ്ടുകൊണ്ടിരുന്നത്. സന്യാസിമാർക്കും പൂജകൾക്കും മാത്രമായിരുന്നു അവിടെ സ്ഥാനം ഉണ്ടായിരുന്നത്. രാഷ്ട്രപതിക്ക് പോലും ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ അന്നും ഇതുപോലെ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാൻ ആളുകൾ ശ്രമിച്ചു. വിശ്വാസങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാ വിശ്വാസങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടേത് ഒരു മതേതര രാജ്യമാണ്. ഇപ്പം ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് 5 നേരം നിസ്കരിക്കണം. നിസ്കരിക്കാത്തവരും ഉണ്ട്, 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഒരു ക്രൈസ്തവ സഹോദരനെയോ സംബന്ധിച്ച് അവർക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്
അല്ലാതെ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ 5 നേരത്തെ കൃത്യമായ പ്രാർത്ഥന എന്നത് ആ ഒരു വിശ്വാസത്തിലില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തിലും അവർക്ക് ഇങ്ങനെ കൃത്യസമയത്ത് 5 നേരം എന്നുള്ള ഒരു വിശ്വാസം അവർക്കും ഇല്ല. 5 നേരം പൂജ നടത്തുക എന്നൊരു വിശ്വാസം ഹൈന്ദവ സഹോദരന്മാർക്കും ഇല്ല. പക്ഷേ ഇത് വെച്ചിട്ട് ഇസ്ലാം മത വിശ്വാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഉളുപ്പില്ലായ്മയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഉളുപ്പില്ലാത്തരമാണ്. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാവണം. മലയ്ക്ക് പോകുന്ന കുട്ടികൾ സ്കൂളിലെ യൂണിഫോം ധരിക്കാതെ അവരുടെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് കുട്ടികൾ സ്കൂളിൽ എത്താറുണ്ട്. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ പോലും കുട്ടികൾ അങ്ങനെ എത്താറുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര രസത്തോടു കൂടിയാണ് ആ കാഴ്ച നമ്മൾ ആസ്വദിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഒരു പ്രത്യേക തരം ആൾക്കാർ ഇതുപോലെ നിസ്കാരം, ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവർ ഒരിക്കലും ഹിന്ദുസ് അല്ല. BJPയുടെയും RSSൻ്റെയും ആളുകളെ നമുക്കൊരിക്കലും ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഹിന്ദുസാണ്. എനിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു പക്വതയുമില്ലാത്ത പ്രായത്തിൽ ഞാൻ 9ാം ക്ലാസ് തൊട്ട് ആണ് എനിക്ക് നല്ല 4 ഫ്രണ്ട്സിനെ കിട്ടിയത്. സുബിത, വിജില, ഷിജിത, സുരിഷ. അവർക്കിടയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഞാനായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ തട്ടം അവരോട് ഇട്ടു നോക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരൊരിക്കൽ പോലും എന്നോട് നീ ഞങ്ങളുടെ പൊട്ടൊന്ന് തൊട്ട് നോക്ക്, നിനക്ക് തട്ടിട്ടിട്ട് ഒരു ഭംഗിയില്ലെന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയായിരുന്നു. നോമ്പിൻ്റെ സമയത്തൊക്കെ അവർ എന്താ പറയുക, എനിക്ക് മുഖം കഴുകാൻ ക്ഷീണം ഉണ്ടാകുമ്പോൾ മുഖം കഴുകാൻ അവർ പാത്രം കഴുകിയിട്ട് ആ പാത്രത്തിൽ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു ടിഫിൻ ബോക്സിൽ എനിക്ക് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. വെയിലുള്ള സമയത്തൊക്കെ തണലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം, ഈ കുട്ടി നോമ്പ് നോറ്റതല്ലേ എന്നുള്ള ലെവലിൽ അവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്. അവരുടെ പേരൻസൊക്കെ മലയ്ക്ക് പോയി വരുമ്പോൾ ഞാൻ അവർ കൊണ്ടുവരുന്ന പ്രസാദത്തിന് വേണ്ടിയിട്ട്, അരവണ പ്രസാദത്തിന് വേണ്ടി നുണയോടെ കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെയൊരു കാലം ഇന്ന് ഇല്ല എന്നറിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലെയുള്ള ഈ ഭീകരമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് അറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. ഇപ്പോൾ പല റീൽസിലും ഞാൻ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഹിന്ദു കുട്ടികളെ കൊണ്ട് പർദ്ദ ഇടിയിക്കുക, തട്ടം ഇടിയിക്കുക, പിന്നെ അതേപോലെ തട്ടമിട്ട കുട്ടികളുടെ തട്ടം മാറ്റിയിട്ട് പൊട്ടു തൊടിക്കുക. എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ പരസ്പരം ബഹുമാനിക്കുക. അവരവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകട്ടെ, നമ്മൾ നമ്മുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 4 ഫ്രണ്ട്സ് സുബിത, ഷിജിത, വിജില, സുരിഷ, ഇവർക്കിടയിൽ ഞാനൊരാൾ. ഞാനിപ്പോഴും ആ ഒരു സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യും. ഞങ്ങളിപ്പോഴും എങ്ങനെയാണ് ഒരു സൗഹൃദത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇത്രയും നല്ലൊരു ഫ്രണ്ട്സ് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരിക്കും, തീർച്ചയാണ്. അതുപോലെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നത്. അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ നമ്മൾ ബഹുമാനിക്കണം എന്ന് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും അവർ പഠിപ്പിക്കാതെ തന്നെ നമ്മൾ പഠിച്ചു വളർന്നവരാണ്. പക്ഷേ ഇന്ന് ഈ ഒരു സൗഭാഗ്യം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ടോ? ഇങ്ങനെ വെറുതെ ഓരോ ഇഷ്യൂ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിസ്കാരം, ബാങ്ക് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പ്രശ്നം മിണ്ടാതെ ഇരുന്നൂടെ നിങ്ങൾക്കൊക്കെ? എൻ്റെ മോനും ഇതുപോലെ തന്നെ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മലയ്ക്കൊക്കെ പോയി വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. ഇവർ പോകുമ്പോൾ ഇന്നെങ്കിലും ആ കുട്ടി വന്നാൽ മതിയായിരുന്നു, അരവണ പ്രസാദം തിന്നണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ സ്കൂളിൽ പോകുന്നത്. അവിടെ ഈ കുട്ടി സ്കൂളിലേക്ക് അരവണ കൊണ്ടുവന്നു, ഈ കുട്ടി കാവിട്ട് വന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നില്ല. തിരിച്ച് കുട്ടികൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്നതിന് തിരിച്ച് മറ്റ് ഹൈന്ദവരായിട്ടുള്ള കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ആൺകുട്ടികൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്ന കാരണം കൊണ്ട് സ്കൂളിൽ നമുക്കറിയാം കുറച്ച് നേരത്തെ വിടും. അപ്പോൾ അവർക്ക് പള്ളിക്ക് പോകാനുള്ള സൗകര്യങ്ങൾ മിക്ക സ്കൂളുകളും ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് ഹൈന്ദവരായിട്ടുള്ള രക്ഷിതാക്കളോ അവരുടെ കുട്ടികളോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒരു പരസ്പര സഹകരണ മനോഭാവത്തോടെ പോകുന്ന നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രത്യേക തരം ആളുകളെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. RSSനെയും BJPയെയും നമ്മൾ എതിർക്കുമ്പോൾ അത് ഹിന്ദുത്വത്തെ എതിർക്കുന്നതായിട്ട് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്ക് സ്ഥാനമുള്ളത്.
ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെടുത്ത് കേൾക്കുന്നത് നന്നായിരിക്കും. ഈ അടുത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയൊരു സ്പീച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഒരു ആദ്യ പ്രസംഗം എന്ന് പറയുന്നത് ഭയങ്കര അതിഗംഭീര പ്രസംഗമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കോരി തരിച്ചിരുന്ന് പോകും. പാർലമെൻറ്റിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. അത് ഒരു പ്രത്യേക തരം ആൾക്കാരുടെ ഒരു സ്പേസ് മാത്രമല്ല അവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. പ്രത്യേക തരം ആളുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ RSSനെയും BJPയും എതിർക്കുന്നതും നമ്മുടെ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി നമ്മളാൽ ആവുന്നത് ചെയ്യുന്നതും ഒരിക്കലും ഹൈന്ദവരുടെ വിശ്വാസത്തെയോ എതിർക്കുന്നതല്ല. അത് അങ്ങനെ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തണം. നമുക്ക് വേണ്ടി നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കത്തിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോഴും ആ നിസ്കരിച്ചു എന്ന് പറയുന്ന കുട്ടികൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ഇത്രയും ഞാൻ സംസാരിച്ചു. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.